നമസ്കാരം. ഈ ഊള സെലിബ്രിറ്റികൾ മാത്രം അസുഖം വരുമ്പോൾ എന്തിനാണ് ഇങ്ങനെ പിച്ചച്ചട്ടി എടുത്ത് തണ്ടാൻ നിൽക്കുന്നത്? ഇവിടെ എത്ര സാധാരണക്കാരന് ഇവിടെ രോഗം വരുന്നുണ്ട്. ഒരുപാട് സാധാരണക്കാരനുടെ രോഗം വരുന്നുണ്ട്. അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റ് പൊറുക്കിയിട്ടും അതുപോലെ തന്നെ കടം വാങ്ങിച്ചിട്ടൊക്കെയാണ് ചികിത്സ നടത്തുന്നത്. സെലിബ്രിറ്റികൾക്ക് വന്നു കഴിഞ്ഞാൽ അയ്യോ ഞങ്ങൾക്ക് പൈസ ഇല്ല, അയ്യോ ഞങ്ങൾ പാവങ്ങളാണ്, എല്ലാവരും ഞങ്ങളെ സഹായിക്കണം, എന്ത് ഊളിയാന്ന്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇപ്പൊ രേണു സുധിയൻ ഇതിനൊക്കെ പറയുന്നത് കേട്ടു, എനിക്ക് സായി കൃഷ്ണൻ AC വാങ്ങിച്ചു തന്നു. എന്താവശ്യത്തിന് AC വാങ്ങിച്ചു കൊടുത്തത്? രേണു സുധിയനെ പണ്ട് പറയുന്നത് എന്താ, 30,000 ചെരുപ്പാണ് നീ ഇടുന്നത്, അതുപോലെ തന്നെ എനിക്ക് ലക്ഷങ്ങളാണ് വരുമാനം വരുന്നത്, എന്നിട്ടെന്താ ഒരു 30,000 രൂപ കൊടുക്കിയിട്ട് ഒരു AC വാങ്ങിക്കാൻ അവർക്ക് കഴിവില്ലേ? അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രഹസനമാണ്. അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിലാണ്. അയ്യോ 5 പൈസ ഞങ്ങളുടെ കയ്യിലില്ല, അതുകൊണ്ട് തന്നെ പരമാവധി പൊതുജനങ്ങൾ എടുക്കുന്ന ഇങ്ങോട്ട് വന്നോട്ട് എന്ന് കരുതിയിട്ട്. ഇപ്പോൾ 2 ദിവസം മുമ്പ് മറ്റൊരാൾ ആരാന്ന്, വേറെ ആരുമല്ല, ഉല്ലാസ് പന്തളം ഇതുപോലെ വന്നിട്ട് എൻ്റെ എന്താ പറയേണ്ടത്, ഞാൻ നിർത്തി, എൻ്റെ ചികിത്സ നിർത്തി. ലക്ഷ്മി നക്ഷത്ര പോലെയുള്ള ഒരാൾക്കാർ ഒരു 5 വീഡിയോ ചെയ്തു കൊടുത്താൽ തന്നെ ഇയാൾക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടും. ഇനി ഒന്നും വേണ്ട, ഇയാൾക്ക് തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൻ്റെ അകത്ത് 2 വീഡിയോ ഇട്ടാൽ തന്നെ ഒരുപാട് പേര് കാണാനുണ്ടാകും. അങ്ങനെയൊക്കെ ഉള്ള ഈ അവസ്ഥയിൽ ഇദ്ദേഹമൊക്കെ വന്നിട്ട് പറയുകയാണ് പൈസ ഇല്ലാതുകൊണ്ട് ഞാൻ ചികിത്സ നിർത്തിയെന്ന്. അപ്പം നിങ്ങളുടെ സംഘടനയൊക്കെ എന്തിനാണ്? നിങ്ങൾ ഇത്രയും നാൾ ജോലി ചെയ്തത് എവിടെയാണ് കൊണ്ടുവച്ചത്? ഇവിടെ ഇപ്പോൾ കൂലിപ്പണിക്കാരൻ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലവിധ അസുഖങ്ങളുമായിട്ട് ആശുപത്രിയിൽ പോകുന്നുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൻ്റ് ആയിട്ട് ചികിത്സയും നടത്തുന്നുണ്ട്. സെലിബ്രിറ്റികൾക്ക് മാത്രമുള്ളൊരു അടവാണിത്. അതായത് ഇവർക്ക് പൈസ ഇല്ല എന്നുള്ളൊരു അഭിനയം. എന്തിനാണ് ഈ പേരും പറഞ്ഞ് കുറച്ച് വന്നോട്ടെ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ, ഉല്ലാസ് പന്തളത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അയാൾ പറയുന്ന നുണയാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അയാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ള കൂട്ടുകാർ ഒരുപാട് പേരില്ലേ? ഇപ്പം 2-3 ദിവസം മുമ്പ് ലക്ഷ്മി നക്ഷത്ര അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയേണ്ടത് ടീം ഇവരൊക്കെ കൂടി ചേർന്നിട്ട് വീഡിയോ ചെയ്യുന്നത് കണ്ടു. ലക്ഷ്മി നക്ഷത്രമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ തന്നെയാണ്. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ 1-2 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ഒരു നഷ്ടവും ഇല്ല. കാരണം ഇയാളെ വെച്ചൊരു ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ കിട്ടും. അപ്പം അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്തിട്ട് പൈസ കൊടുത്തൂടെ? അതൊന്നും കൊടുക്കത്തില്ല. ഇദ്ദേഹം ഒരുപാട് ജോലി ചെയ്താണ്. അപ്പോഴൊക്കെ ജോലി ചെയ്യുമ്പോഴൊക്കെ കിട്ടിയ പൈസ എന്താ ചെയ്തത്? അതുപോലെ തന്നെ രേണു സുധിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും രേണു സുധിക്ക് ടൈറ്റൻ്റെ ഇതുവരെ പറഞ്ഞിട്ടില്ല, എന്നാലും പറയാതെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് 2 ലക്ഷം ഉണ്ട് മരുന്നിന് എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ്? അല്ല ഇനി ആരെങ്കിലും പൈസ കൊടുക്കാനാണോ സഹായിക്കാനാണോ എന്നൊന്നും അറിയില്ല. എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് ഇവരെ കാട്ടിയൊക്കെ കഷ്ടപ്പെടുന്ന, അതായത് എന്താ പറയേണ്ടത്, ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരാൾ അതായത് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അയാൾ പലരുടെയും മുഖത്തിങ്ങനെ നോക്കുന്നുണ്ട്. അയാൾക്ക് എന്താണെന്ന് അറിയില്ല, അന്നെന്തോ ഭക്ഷണം എന്തോ കിട്ടാത്തതുകൊണ്ടാണോ എന്നറിയില്ല. അങ്ങനെ ആ മനുഷ്യൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒരാൾ എന്താണ് നിങ്ങളിങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാമെന്ന് നിർബന്ധിക്കുകയാണ്. അങ്ങനെ കുറേ നിർബന്ധിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. അയാളുടെ ഭാര്യ ആരോ അവിടെ കിടക്കുന്നുണ്ട്. ഇന്നലെ മുതൽ ഞാനൊന്നും കഴിച്ചിട്ടില്ല. അതെന്താ കഴിക്കാതെ ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് കിട്ടിയിട്ടില്ല. അതായത് ഇപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ടുള്ള ഭക്ഷണമൊക്കെ വരും, പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത്. ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞൊരു വാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്നും പൈസ വരും, ആ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് അയാളുടെ നമ്പർ വാങ്ങിച്ച് പിറ്റേന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ആ പൈസ വന്നപ്പോൾ അയാൾക്ക് അയച്ചു കൊടുക്കുകയാണ്. അയച്ചു കൊടുത്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇയാൾ പറഞ്ഞു എനിക്ക് ആ പൈസ വേണ്ട, നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും ചികിത്സ തേടുന്നുണ്ട്. അവരെയൊന്നും കാണാതെ സെലിബ്രിറ്റികളായ ആൾക്കാർക്ക് പോയിട്ട് എന്ത് പ്രഹസനമാണ് സജി. അല്ല ഈ ഒരു AC ഒക്കെ വാങ്ങിക്കാനുള്ള ഗതിയില്ലാത്തതാണോ രേണു സുധി? ഇത്രയും നാൾ ജോലി ചെയ്തിട്ട് എന്താ രേണു സുധിക്ക് ഒരു AC വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടില്ലേ? എന്തിനാ ഇങ്ങനെ അഭിനയിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് രേണു സുധിക്ക് അസുഖമുണ്ട്, അല്ലെങ്കിൽ ഉല്ലാസിന് അസുഖമുണ്ട്. പക്ഷെ ഇവരൊക്കെ പറയുന്ന പോലെ ചികിത്സ നിർത്തിയ പണമില്ലാത്തതുകൊണ്ട് മറ്റയാൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് AC വാങ്ങിക്കാൻ വരെ ഗതിയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുടെ എടുക്കുന്നത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പിന്നെ സെലിബ്രിറ്റികൾക്ക് മാത്രമേ ഉള്ളൂ വീടിൻ്റെ ആവശ്യമായാലും കൂടിൻ്റെ ആവശ്യമായാലും എന്തെന്നായി കഴിഞ്ഞാലും പലരും അങ്ങനെ തന്നെയാണ്. കുറച്ച് ദിവസം മുമ്പ് എന്ന് പറഞ്ഞാൽ വേറൊരു സെലിബ്രിറ്റി ഇതുപോലെ തന്നെ ആർട്ടിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ അയാൾ മമ്മൂട്ടീനെ വിളിച്ചിരിക്കുന്നത്, മോഹൻലാലിനെ വിളിച്ചിരിക്കുന്നത്, സകല ആളെയും വിളിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോഴും നന്ദി പറഞ്ഞ് നടക്കല പണിയാർന്ന്. എന്താ അറിയാം, സാധാരണക്കാരനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഈ ബൈപ്പാസും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഒരുപാട് പേര് മെഡിക്കൽ കോളേജിലും അതുപോലെ കേരളത്തിൻ്റെ വിവിധ തരത്തിലുള്ള ആശുപത്രികളിലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിൽ. നിങ്ങൾ ഒന്നും വേണ്ട, നിങ്ങൾ ഈ ഗവൺമെൻറ് ആശുപത്രി ഉണ്ടല്ലോ, അവിടെ പൊതിച്ചോറിൻ്റെ വിതരണമുണ്ട്, അവിടെ പോയി നിന്ന് നോക്കിയാൽ മതി. അപ്പം അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ ബുദ്ധിമുട്ടുന്നുണ്ട്.
കുറച്ച് സെലിബ്രിറ്റികൾക്ക് മാത്രമാണ് ഇതിൻ്റെ ചൊറിച്ചൽ എന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങളൊക്കെ ജോലി ചെയ്യുമ്പോൾ എന്താ നിങ്ങൾക്കൊക്കെ ഈ പൈസയൊക്കെ എവിടെയാണ് കൊണ്ടുവെക്കുന്നത്? സാധാരണ ജനങ്ങൾ 1000 രൂപ ശമ്പളത്തിൽ ജോലി ചെയ്യുമ്പോൾ ഇവരൊക്കെ മേടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു എപ്പിസോഡിന് 10,000, 20,000, 30,000, 50,000 രൂപയൊക്കെയാണ്. എന്നിട്ടും ഇവരൊന്നും പൈസയില്ല എന്ന് പറഞ്ഞിട്ട് ഇല്ലാ പാട്ട് പാടുന്നത് എന്തിനാണ്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും രോഗം വരും. രോഗം ആർക്കാ വരുന്നു ഒന്നും പറയാൻ പറ്റൂല. പക്ഷെ കരച്ചിൽ നിർത്ത്. എന്നിട്ട് ഇല്ലെങ്കിലും നിങ്ങൾ ഇല്ലാന്ന് തന്നെ പറ, എനിക്ക് പൈസ കിട്ടിയിട്ടില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്റ്റേജ് പ്രോഗ്രാമുകളിലും 50,000, അതുപോലെ തന്നെ ആൽബം ഷൂട്ടിന് എന്ന് പറഞ്ഞിട്ട് പിന്നെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് വേറെ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് പിന്നീട് നിങ്ങൾ പൈസയില്ല എന്ന് എന്തിനാ ഇല്ലാ പാട്ട് പാടുന്നത്? നിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രോഗം മാറുന്നത് വരെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞൂടെ? എല്ലാവരോടും ഞാൻ പറയുന്നത്, ഇതുപോലെ സെലിബ്രിറ്റികളോട് എല്ലാവരോടും ഞാൻ പറയുന്നത്, സെലിബ്രിറ്റികൾക്ക് മാത്രമാണ് ഈ ഒരു ചൊറിച്ചൽ, വേറെ ആർക്കുമില്ല. ഒരുപാട് പേരുണ്ട്, ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് രോഗം വന്ന്, അതായത് ഗതിയില്ലാതെ ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതിയില്ലാതെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നുണ്ട്. അവരെയൊക്കെ സഹായിക്കണോ പോയിട്ട്? അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൈസ ബാങ്കിലില്ല, അല്ലെങ്കിൽ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനൽ വഴിയും മറ്റേതൊക്കെ വഴി നല്ലോണം വരുന്ന അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പോയിട്ടല്ല സഹായിക്കേണ്ടത്. സഹായം ചെയ്യേണ്ടത് നിങ്ങൾ ഇതുപോലുള്ള പാവങ്ങൾക്കാണ്. ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയാനുള്ള കാരണം എന്താ പറയുക, ഞാൻ 2-3 ദിവസമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നതാണ്. സെലിബ്രിറ്റികൾ മാത്രമാണ് ഇതുപോലെ രോഗം വരുമ്പോൾ കരഞ്ഞുകൊണ്ട് നാട്ടുകാരെ സഹായിക്കുന്നത്. ഒരുപാട് സിനിമയിൽ അഭിനയിച്ച ഒരു നടി ഉണ്ടായിരുന്നു. നടി ഇപ്പോഴും മരിച്ചു പോയായിരുന്നു, അമ്മ നടിയാണ്. അവരുടെ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംവിധായകനായിരുന്നു. മകനും സംവിധായകനും നടനും ഒക്കെയാണ്. ആ ഒരു അമ്മ നടി പൈസയില്ലാതെ അവരുടെ ചികിത്സ ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി നോക്കിയപ്പോൾ ഭയങ്കര കോലാഹലമായിരുന്നു. അമ്മ പോലെയുള്ള സംഘടന, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം, ദിലീപ് ഇങ്ങനെയുള്ള ഒരുപാട് പേരുമായിട്ട് ബന്ധമുള്ള ഒരു നടിയാണ്. അവർക്ക് ചികിത്സക്ക് പൈസയില്ല, അത് ഗവൺമെൻറ് കൊടുക്കണമെന്ന്. അവരാണെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-50 വർഷമായിട്ട് തന്നെ സിനിമാ ഫീൽഡിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുണ്ടാക്കിയ പൈസയിൽ എവിടെയാണ് പോയത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറ. അതായത് ഈ 50 വർഷക്കാലം അവർ ഈ സിനിമയിൽ നിന്ന് ഉണ്ടാക്കിയ പൈസ എവിടെയാണ് പോയത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരുപാട് ടീമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, അർഹതയുള്ളവരെ മാത്രം നിങ്ങൾ സഹായിക്കുക. അർഹതയില്ലാത്തവർ, കഴിവുള്ളവർ, ഇപ്പോൾ ഉല്ലാസമായാലും അതുപോലെ രേണുവായാലും മറ്റേ ചങ്ങായി ആയാലും അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കുക. അതാണ് വേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, കാരണം നിങ്ങളെ കൃത്യമായിട്ടുള്ള സത്യാവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ അവരും തരൂല, അത് ഉറപ്പാണ്. അറിഞ്ഞ് ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് എന്തോ ഒരു പ്രഹസനം നടത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രമാത്രം വേദനയോടുകൂടി ഞാൻ പറയുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാർ, അവരെയൊന്നും കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്കാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്, അവർക്കൊക്കെ എന്തെങ്കിലും വീടോ കാര്യങ്ങളോ എന്തെങ്കിലും വെച്ച് കൊടുക്കേ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൗഭാഗ്യങ്ങളുമുള്ള ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന സബ്സ്ക്രിപ്ഷൻ വഴിയും അതുപോലെ മറ്റേ വഴിയൊക്കെ ആയിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന, പിന്നെ വ്ളോഗ് ചെയ്തിട്ടായാലും എന്തെന്നായി കഴിഞ്ഞിട്ടായാലും പൈസ ഉണ്ടാക്കുന്ന മിമിക്രിക്കാരും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായം വേണം. നന്ദി, നമസ്കാരം.